ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോൾവ് ദി ഫോളോയിങ് ലീനിയർ ഇനീക്വാലിറ്റീസ് ഗ്രാഫിക്കലി. ക്വസ്റ്റ്യൻ നമ്പർ 1, 3x plus 4y less than or equal to 12. Question number 2, y plus 8 greater than or equal to 2x. Question number 3, x minus y less than or equal to 2. And question number 4, 2x minus 3y greater than 6. 4 ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാനുണ്ട്. ഇതിനു ശേഷമാണ് സോൾവ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് എന്തായാലും പഠിക്കേണ്ടതാണ്. നമുക്കിത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 3x plus 4y less than or equal to 12. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 3x plus 4y equal to 12 എന്ന് എഴുതി. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ നമുക്ക് വേണ്ടത് 2 പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. ആ 2 പോയിന്റ് നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാം. എക്സ് വൈ. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് 3 into 0 plus 4y equal to 12. Then 3 into 0 0. 4y equal to 12. Y equal to 12 by 4 equal to 3. നെക്സ്റ്റ് വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതേപോലെ വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3x plus 4 into 0 equal to 12. Then 3x equal to 12. Then x equal to 4. 3x equal to 12, x equal to 4. Okay. നമുക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. X axis, y axis, 1 2 3 4 5 6 -1 -2 -3 1 2 3 4 5 6 -1 -2 -3 x x dash y y dash. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാത്തിനും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഇതേ ലെങ്ത് ആയിരിക്കണം. ഞാൻ സ്കെയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസം തോന്നുന്നത്. നമുക്ക് ഈ പോയിന്റ് ഈ ഗ്രാഫിൽ വരക്കാം. 0 3 0 3 0 3. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ നമ്മൾ y ആക്സിന്റെ മുകളിലാണ് പോയിന്റ് ഉണ്ടാവുക. ഇനി y കോർഡിനേറ്റ് 0 ആണെങ്കിൽ x ആക്സിന്റെ മുകളിലാണ് പോയിന്റ് ഉണ്ടാവുക. 4 0 ഇതാണ്. ഈ 2 പോയിന്റിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് 3x plus 4y equal to 12. ക്ലിയർ ആണല്ലോ? 3x plus 4y equal to 12ന്റെ ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചത്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യണം. എങ്ങനെ ഷെയ്ഡ് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 3x plus 4y less than or equal to 12. ഇത് ഈ ഡയഗ്രത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 into 0 plus 4 into 0 less than or equal to 12. 0 less than or equal to 12. ഇത് ശരിയാണ്. അതായത് ഇതിന്റെ ഷെയ്ഡ് ഉണ്ടാവുക ഈ 0 0 ഉള്ള ഭാഗത്താണ്. അതേപോലെ ഈ ലൈനിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ഈ ലൈനും പെടും അതിന്റെ താഴോട്ടേക്കും. അപ്പൊ നമ്മുടെ ഷെയ്ഡ് എന്താണ്? നമ്മുടെ ആൻസർ ഇതാണ്. നമ്മുടെ ആൻസർ ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇൻ കേസ് 0 0 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഡയഗ്രാം മുകളിലോട്ടാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, y plus 8 greater than or equal to 2x. y plus 8 greater than or equal to 2x. x. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? y plus 8 equal to 2x എന്ന് എഴുതുക. y plus 8 equal to 2x. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, x ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. xy x is 0, x equal to 0.
then y plus 8 equal to 2 into 0, y plus 8 equal to 0, y equal to minus 8, y equal to minus 8. ഇനി y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y equal to 0, 0 plus 8 equal to 2x, 2x equal to 8, then x equal to 4, 4 0. നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. പോയിന്റ് ഏതൊക്കെയാണ്? 0 മൈനസ് 8 ആൻഡ് 4 0. ഇത് ഡയഗ്രത്തിൽ വരയ്ക്കുകയാണെങ്കിൽ one, two, three, four, 5, 6, 7, minus 1, minus 2, minus 3, minus 4, minus 5, minus 6, minus 7, minus 8, minus 9, minus 1, minus 2, minus 3, 1, 2, 3, 4, 5. ഇത് x dash, y dash. ക്ലിയർ ആണല്ലോ? 0 മൈനസ് 8, 0 മൈനസ് 8 എന്ന് പറഞ്ഞാൽ y ആക്സിസിന്റെ മുകളിലെ പോയിന്റ് ആണ് 0 മൈനസ് 8. 4 0 എന്ന് പറഞ്ഞാൽ x ആക്സിന്റെ മുകളിലാണ്. ഇത് രണ്ടും കൂടി ഈ രണ്ട് പോയിന്റിൽ കൂടി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? എറോ മാർക്ക് ഇട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? y plus 8 equal to 2x. ഇതാണ് y plus 8 equal to 2x. ഇനി നമുക്ക് ഷെയ്ഡ് ഏത് ഭാഗത്താ ഉള്ളത് എന്ന് നോക്കണം. y plus 8 greater than or equal to 2x, 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0 plus 8 greater than or equal to 2 into 0, 0 plus 8 greater than or equal to 2 into 0, 2 into 0 equal to 0, 8 greater than 0 ആണല്ലോ. ക്ലിയർ ആണല്ലോ? 8 greater than 0 ആണ്. അങ്ങനെയാണ് ആൻസർ എന്താണ്? ഈ 0 0 ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, x minus y less than or equal to 2. x minus y less than or equal to 2. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? x minus y equal to 2 എന്ന് എഴുതുക. x നും y ക്കും x ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ put x equal to 0, then 0 minus y equal to 2, then y minus y equal to 2 ആണെങ്കിൽ y equal to എന്താണ്? minus 2. ഇനി y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x minus 0 equal to 2, then x equal to 2. y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x എന്താണ്? 2 ആണ്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഡയഗ്രാം ഉണ്ടാവുക. x ആക്സിസ് y ആക്സിസ് നമ്മൾ വരച്ചു. 0 1 2 3 4 5 minus 1 minus 2 minus 3 1 2 3 4 minus 1 minus 2 minus 3 minus 4. ഓക്കെ, ഒരേ യൂണിറ്റ് ആണ് എടുക്കേണ്ടത്. ഇതേ ഒരേ ലെങ്ത് ആയിരിക്കണം. ഇത് കുറച്ച് ലെങ്ത് ഒക്കെ കൂടുന്നുണ്ട്. ഞാൻ സ്കെയിൽ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എങ്ങനെ ആവുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തായാലും സ്കെയിൽ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് വരയ്ക്കാൻ പാടുള്ളൂ. 0 minus 2 എന്ന പോയിന്റ് y ആക്സിസ് ആണ്. then 2 0 ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ വരക്കണമെങ്കിൽ 2 പോയിന്റ് വീണ്ടും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ. ഇനി ഇതിന്റെ മുകളിൽ x minus y equal to 2 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് ഏത് ഭാഗത്താണ് ഷെയ്ഡ് ഉള്ളത് എന്ന് നമുക്ക് നോക്കണം. x minus y less than or equal to 2, 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 minus 0 less than or equal to 2, 0 minus 0 0 less than or equal to 2, 0
ലെസ് ദാൻ 2 ആണ്. ക്ലിയർ ആണല്ലോ? 0 ലെസ് ദാൻ 2 ആണ്. അതുകൊണ്ട് ഷെയ്ഡ് ഏത് 0 0 ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതാണ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ദി സൊല്യൂഷൻ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2x minus 3y greater than 6. 2x minus 3y greater than 6. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2x minus 3y equal to 6 എന്ന് എഴുതി x y x ന് 0 കൊടുത്തപ്പോൾ put x equal to 0. Then 2 into 0 minus 3y equal to 6. Minus 3y 2 into 0 0 minus 3y equal to 6. Minus 3y equal to 6. Then y equal to 6 by minus 3. 6 by minus 3 equal to minus 2. 6 by minus 3 equal to y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ 2x minus 3 into 0 equal to 6. 2x equal to 6. Then x equal to 6 by 2 equal to 3 ആണ്. y ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x എന്താണ് കിട്ടിയത്? 3 0. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ഡയഗ്രാം x axis y axis x dash y dash 1 2 3 4 5 minus 1 minus 2 minus 3 minus 4 1 2 3 4 5 minus 1 minus 2 minus 3 minus 4 minus 5. നമുക്ക് പോയിന്റ് നോക്കാം. ഇവിടെ ഉള്ളത് 0 minus 2 ആണ്. 0 minus 2 ഇതാണ്. നെക്സ്റ്റ് 3 0 ഇതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഗ്രേറ്റർ ദാൻ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. നിങ്ങൾ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഇങ്ങനെ മാത്രം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത് ഈ രീതിയിലാണ്. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. ഡോട്ടഡ് ആണ്, ഡോട്ടഡ് ലൈൻസ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അല്ലെ? ഇതിനെ ഷെയ്ഡ് ചെയ്യണം. എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടത് 2x minus 3y greater than 6 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 into 0 minus 3 into 0 greater than 6. 2 into 0 0 0 minus 0 0 greater than 6. ഇത് തെറ്റാണ്. 0 greater than 6 തെറ്റാണല്ലോ. അതുകൊണ്ട് ഡയഗ്രാം ഉണ്ടാവുക ഈ 0 0 അല്ലാത്ത ഭാഗത്ത്. അതേപോലെ ഈ ലൈനിന്റെ മുകളിലും ഈ ലൈന് 2x minus 3y equal to 6 ആണ്. ഈ ലൈനിന്റെ മുകളിലും നമ്മൾ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ലൈന് എന്താക്കി മാറ്റുന്നത്? ഡോട്ടഡ് ലൈൻ ആക്കി മാറ്റിയത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഷെയ്ഡഡ് റീജിയൻ ഈസ് ദി സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മീനിങ് ഇപ്പൊ 3 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല. 2 into 3 6 minus 0 3 into 0 0 6 greater than 6 തെറ്റാണ്. 6 greater than 6 അല്ല, 6 equal to 6 ആണ്. ഇവിടെ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ലൈൻ എന്താക്കുന്നത്? ഡോട്ടഡ് ലൈന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഞാൻ ഇന്ന് 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ചെയ്യേണ്ടത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഇക്വേഷൻസ് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. താങ്ക് യു.